ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എത്ര നാൾ ഉണ്ടാവും, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിംഗും ആണ്, ഒരു ജനറൽലെസ് റീഡിംഗും ആണ്. ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ട്, നിങ്ങൾ സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വഴക്കും ഒരു ഡിസ്റ്റൻസും ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ആ ഒരു വ്യക്തി കാണുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ രണ്ടുപേരും, അതായത് ഈ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് എഫേർട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അതായത് ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇപ്പം നമ്മൾ ഡയമണ്ടിനെ പോളിഷ് ചെയ്ത് വരുമ്പോഴാണ് അത് അത്രയും നല്ലൊരു രീതിയിലാവുന്നതെന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ആ ഒരു രീതിയിൽ തന്നെ കെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ റിലേഷൻഷിപ്പിലെന്ന് പറയുമ്പോൾ കെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുമൊക്കെ ആ ഒരു രീതിയിലൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തൊക്കെ പോകണം. എങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലോട്ടൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ കരിയർ വൈസും ഒക്കെ രണ്ടുപേർക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമൊക്കെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ചെറിയ രീതിയിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ക്ഷമയോടുകൂടെയൊക്കെ പ്രവർത്തിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ, അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. അപ്പോൾ എങ്കിൽ മാത്രമേ ഈ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ച് അല്ലെങ്കിൽ സഡനായിട്ട് നിങ്ങളുടെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ ഒരു സ്ലോയിലി, അതായത് ചിലപ്പോൾ നിങ്ങൾ തന്നെ വാശി പിടിച്ച് നിൽക്കും, അതല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വാശിയിൽ നിൽക്കും. അങ്ങനെയല്ലാതെ നിങ്ങൾ രണ്ടുപേരും സ്ലോയിൽ, സഡനായിട്ടല്ലാതെ വളരെ ക്ഷമയോടുകൂടിയും വളരെ സ്ലോ ആയിട്ടും നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചും നിങ്ങളുടെ ചെറിയ തെറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചും രണ്ടുപേരും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക്, ചിലപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ടീനേജ് പിള്ളേരുടെയൊക്കെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതേപോലെ ചിലപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം എങ്കിൽ കൂടെ തന്നെയും, അല്ലെങ്കിൽ ടീനേജ് ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടീനേജ് ക്യാരക്ടറാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാശി കാര്യങ്ങൾ. അപ്പോൾ അത്രയും സീരിയസ് ലൈഫിനെ സീരിയസ് ആയിട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാരൻസിനോട് കാണിക്കുന്ന പോലെയും അങ്ങനത്തെ രീതിയിലൊക്കെ ചെറിയ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ്, അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്തൊരവസ്ഥയല്ല, പക്ഷേ വിട്ടുകൊടുക്കാനും ചെറിയ വാശികളും ചെറിയ പിണക്കങ്ങളും, അങ്ങനെ ഒരു ടീനേജ് പിള്ളേർ എങ്ങനെയാണോ ആ ഒരു രീതിയിലുള്ള, അല്ലെങ്കിൽ ആ ഒരു എനർജി നിൽക്കുന്ന ആൾക്കാരും ആ ഒരു ടീനേജ് ക്യാരക്ടറൊക്കെ മീൻസ് അങ്ങനത്തെ കുട്ടികളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്, അല്ലെങ്കിൽ അതേ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുക, നിങ്ങൾ ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന മിസ്റ്റേക്കുകളൊക്കെ ഓർത്ത് കണ്ടും അതിൽ നിന്നൊക്കെ പഠിച്ച് നിങ്ങൾ പതുക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അതുപോലെ തന്നെ ഒരു നിങ്ങൾക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനുമൊക്കെ ഒരു നല്ലൊരു മെച്യൂരിറ്റി ഉണ്ടാകും. അതോടുകൂടെ നിങ്ങൾ അതായത് നിങ്ങൾ കുറച്ച് ശ്രമിക്കണം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു പോസിറ്റീവ് രീതിയിലോട്ടാവാൻ. എങ്കിൽ നിങ്ങൾ രണ്ടും ക്ഷമിച്ചും സഹിച്ചൊക്കെ വരുവാണെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട രീതിയിൽ നിൽക്കുകയാണ്. അതെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ചെറിയ രീതിയിൽ വഴക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഒരു എനർജിയിൽ നിങ്ങളൊരു ചെറിയ ഡിസ്റ്റൻസിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ ഈ ഒരു നിങ്ങളെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്തിട്ട് ആ ഒരു പേഴ്സൺ പോയെന്നോ, അതല്ലെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലല്ല എടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോസ്
വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ വരുന്നു, അതായത് നല്ല പോസിറ്റീവ് രീതിയിൽ ഉള്ള ഒരു ചേഞ്ചസ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം മിണ്ടാതിരിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കും തെറ്റുകൾ മനസ്സിലാകും, അതുപോലെ തന്നെ അയാൾക്കും തെറ്റുകൾ മനസ്സിലാകും. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എന്തോരം മിസ് ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെ എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ വേണമെന്നും തിരിച്ചും ആ ഒരു വ്യക്തിക്കും ഒക്കെ തോന്നാൻ വേണ്ടിയുള്ള ആ ഒരു ടൈമൊക്കെ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ചെറിയൊരു അതായത് ആ ഒരു ചെറിയൊരു ആ ഒരു എനർജീനെ നമ്മൾ കാണുന്നത്, ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരാൾ മാത്രം കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാൾ കുറച്ച് സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരാൾക്ക് ചെറിയ രീതിയിലൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇട്ടിട്ട് പോകുമോ, അതല്ല എങ്കിൽ എന്താ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ട്രിക്ട്നെസ്സും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ടീനേജ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ പിള്ളേരുടെ ഒരു സ്വഭാവമൊക്കെ വരുന്നത്. അപ്പോൾ ഇനി എന്നിട്ടിട്ട് പോകുമോ അങ്ങനെയുള്ള പേടിയൊക്കെ കൊണ്ട് തന്നെ ചെറിയ രീതിയിലൊരു സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ പിടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേയൊക്കെ നിങ്ങളങ്ങ് സഹിക്കുമല്ല, നിങ്ങൾക്കും ചെറിയ രീതിയിൽ ഇഷ്ടമാണ് അയാൾ അങ്ങനത്തെ രീതിയിലൊരു പൊസസീവ്നെസ്, അത് ഹൊറിബിളായിട്ടുള്ള രീതിയിലല്ല, ചെറിയ രീതിയിലൊക്കെ ഒരു പൊസസീവ്നെസ്സും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളത് എൻജോയ് ചെയ്യാറുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമുക്കിവിടെ ഈ ഒരു എനർജി കാണുന്നത്. പിന്നെ ചില രീതിയിലോട്ടൊക്കെ പോകുമ്പോഴും നിങ്ങളും ഒരു രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊരു ക്ഷമ വേണമെന്നാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത്. എങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലോട്ട് പോകത്തുള്ളൂ. കുറച്ചുകൂടെയൊക്കെ നിങ്ങൾ സീരിയസും മെച്ചുറും ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. പിന്നെ നമുക്കിവിടെ പറയാൻ പറ്റും, ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും, അതായത് ഒരാൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് തന്നെ കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ അയാൾ നിങ്ങളുടെ കൂടെ തന്നെ ജീവിതകാലം മുഴുവനും പോകാനും അയാളുടെ ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെ അയാൾ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളെ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വഴക്കിൻ്റെയും കാര്യത്തിൻ്റെ ആവശ്യമല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി പോകുക തന്നെ ചെയ്യണം. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരുമിച്ച് ജീവിക്കണമെന്നും ലൈഫ് ലോങ് നിങ്ങൾ അയാളുടെ കൂടെ വേണമെന്നും ഒക്കെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും നല്ല രീതിയിൽ നിങ്ങളോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ ഒരു വ്യക്തിയും ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെയാണ് കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ആ ഒരു വ്യക്തിക്ക് ചെറിയ രീതിയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ചെറിയ രീതിയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അയാൾ ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് വന്നപ്പോൾ നേരെ ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇട്ടിട്ട് പോകാൻ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റൊന്നും അല്ല. നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളില്ലാത്തൊരു ലൈഫിനെ പറ്റി അയാൾ ഒരിക്കലും ആലോചിക്കുന്നില്ല. ബിക്കോസ് അയാൾക്ക് എപ്പോഴും നിങ്ങളയാളുടെ കൂടെ വേണം. അപ്പോൾ നിങ്ങളെ കണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തന്നെ ഒരു ജീവിതകാലം മുഴുവൻ കൂടെ വേണം എന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലും ഉള്ളത്. നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു മദർലി നേച്ചറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജി എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര സ്നേഹത്തോടും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രോബ്ലംസ് അയാൾ സോൾവ് ചെയ്ത് തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ, അതായത് ഒരു മദർലി കെയറും അതുപോലെ തന്നെ ഒരു ഫാദർലി കെയറും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പറയുന്ന പോലെ ഒരു ഹോം എന്നൊരു ഫീൽ കിട്ടും. ആ ഒരു പേഴ്സൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഒരു സമാധാനം, ഒരു ആശ്വാസം ഒക്കെ തോന്നും. അതുപോലെ തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓരോ ടൈമും നിങ്ങളിപ്പോൾ ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങൾ വീണ്ടും സംസാരിക്കുമ്പോഴും ആ ചെറിയ പിണക്കങ്ങളൊക്കെ മാറി നിങ്ങൾ വീണ്ടും സംസാരിക്കുമ്പോഴും ഈ റിലേഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ട്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി മനസ്സ് തുറന്ന് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സംസാരിക്കുന്നില്ല. അതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലപോലെ ആ ഒരു പേഴ്സണ് പാസ്റ്റ് വൂൺസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺട്രോളിലാണ്. അപ്പോൾ അതെപ്പോഴും പുള്ളീനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് അയാൾക്ക് ഒരു ഭയങ്കരമായിട്ടും ഒരു
ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് പേടിച്ചിട്ടും അതിൻ്റെയൊക്കെ ആ ഒരു വൂണ്ടൊക്കെ ഉള്ളതും കൊണ്ടൊക്കെയാണ് അയാൾ വലുതായിട്ടൊന്നും ഓപ്പൺ ആവാതെയും നോർമൽ രീതിയിൽ, അതായത് ലൈഫിൽ കുറേയൊക്കെ ചിലപ്പോൾ കൊച്ചിലേക്ക് സഹിച്ചിട്ടുണ്ടാവാം, അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ ഒരു കാമായിട്ട് ഓക്കെ എന്തായിക്കോട്ടെ സാരമില്ല എന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വ്യക്തി അത് ഫുള്ളി ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേരുടെ ഇടയിൽ ആ ഒരു പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാര്യം അത് തന്നെയാണ്. മര്യാദ സംസാരിക്കുന്നില്ല, എന്തുണ്ടെങ്കിലും തുറന്ന് പറയുന്നില്ല. അതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മെയിനായിട്ടും വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്. അത് ആ ഒരു പേഴ്സൻ്റെ പാസ്റ്റ് വൂണ്ട്സ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം വെച്ചാൽ ഇതൊരു സോൾമേറ്റ് എനർജി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തന്നെ ആ ഒരു പേഴ്സണും നിങ്ങളെ അതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളും മ്യൂച്വൽ എന്താ പറയുക റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിലൊരു പേടിയുണ്ട്, ഇട്ടിട്ട് പോകുമോ എന്താവും, ഇത് രണ്ടുപേർക്കുമുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഓപ്പണായി സംസാരിക്കുന്നില്ല, കാര്യങ്ങൾ ചെയ്യുന്നില്ല. എന്താണ് ഒരാൾക്ക് ഇനി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, പോകുമോ എന്നൊരു പേടിയാണ്. പക്ഷേ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്ത് മാറി നിൽക്കാനുള്ള ഒരു എനർജിയോ അങ്ങനത്തെ ഒരു വിചാരങ്ങളോ ഒന്നുമില്ല. അത് ഓർക്കുമ്പോൾ തന്നെ ടെൻഷനും പേടിയും ഒക്കെയാണ്. അപ്പോൾ വെറുതെ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പ്രോബ്ലങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസൊക്കെ ഉണ്ടാവുന്നത്. അതല്ലാതെ രണ്ടുപേർക്കും ഒരാൾക്ക് സ്നേഹക്കുറവ്, ഒരാൾക്ക് സ്നേഹക്കൂടുതൽ അങ്ങനെയൊന്നുമില്ല. രണ്ടുപേർക്കും ഒരേപോലെയാണ് ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എന്താ പറയുക പരിശ്രമിക്കുക. ഓരോ കാര്യങ്ങളും ക്ഷമ വേണം. നല്ല രീതിയിൽ ഭാവിയെപ്പറ്റി ഒരുപാട് സ്വപ്നം കാണുക. നല്ല രീതിയിൽ ക്ഷമ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പേടി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പേടിയുണ്ട്, ആ പേടി കാര്യങ്ങളൊക്കെ മാറ്റും. ഇതൊരു സോൾമേറ്റ് എനർജി യൂണിയനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ പോകുന്നൊരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ലൈഫ് ലോങ് ഉണ്ടാവുകയും ചെയ്യും. സോ നിങ്ങൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. രണ്ടുപേർക്കും ഈക്വലായിട്ട് ഇഷ്ടം തന്നെയുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഒരു 100% സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.